ഇതൊരു വളരെ സിമ്പിളായ ലോക്കാണ് അല്ലേ? ഒരടി അടിക്കുമ്പോൾ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഒരടി അടിച്ച് അടിയിൽ പിടിക്കണം. എന്താ അടിയിൽ പിടിക്കുക, അടിക്കുമ്പോൾ തന്നെ പിടിക്കണേ എന്ന് പറഞ്ഞാൽ തടുക്കുന്നില്ല, വള്ളി പിണച്ചൽ രീതിയിലാണ് പിടിക്കുന്നത്. അടിക്കുന്നു എന്താ ഇത്. അപ്പോൾ നീ ഒന്ന് അവനെ തിരിച്ചൊന്ന് അടിച്ചു നോക്കി, ഒന്നുകൂടി അടിച്ചേ. വേണ്ട, ഒന്നുകൂടി അടിച്ചേ, ഒന്നുകൂടി പിടിച്ചേ, പിടിച്ചോ, പിടിച്ച്. ഈ പിടിയിൽ നിന്ന് ഇങ്ങനെ പിടി വന്നത് ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്ടാ. ഫേസിന് ഇടിച്ചു കൊടുത്തേ. എന്നിട്ട് രണ്ട് ഡബിളാക്കി വെച്ച് ഇത് അതൊന്ന് അത് ഉരാൻ നോക്കിയ സോണി. ഉരാൻ പറ്റും. അത് തന്നെ സംഭവം. ഒന്നുകൂടി നോക്കി. സിമ്പിൾ. ജി ഷോക്കായിരുന്നു കുഴപ്പമില്ല അല്ലേ? ഇതിൻ്റെ സ്റ്റാപ്പൊന്ന് പണിയാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തട്ട് കെട്ടിയിട്ട് കൈ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയിൻ്റെ എൽബോ പരിപാടി തീരും. അതൊക്കെ മറ്റേ അതായത് അടിച്ചാലോ അടിച്ചേ. ഈ തട്ട് കെട്ടി കഴിഞ്ഞാൽ ഷോൾഡർ പണിയാവും. മണ്ണുണ്ടോ? ഒന്നടിച്ചേ. കണ്ട ഈ തട്ട് കെട്ടുമ്പോൾ കണ്ട ഇതില്ലേ കണ്ട എന്ത്? അത് തന്നെ, അതിലേക്ക് കൈ കൊടുക്കണം. കണ്ട അതിലേക്ക് കൈ കൊടുത്തിട്ട് ഇട്ട് ഞാനിട്ടത് ഷോൾഡർ കണ്ട അടി അതിൽ പിടി അടിക്കേ ലോക്ക് ചുരുട്ട്. ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഊരേണ്ടത് എവിടെ നല്ല ബെൽറ്റി പിടിച്ചാൽ അവന് ഊരുന്നു അവിടെ. അതിനല്ല ഊരാൻ പറ്റും. ഒന്ന് ലോക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ സംഭവം. അത് ഊരിയില്ലേ? അതൊന്ന് ക്രോസ് ചെയ്ത് കൊടുത്താ ഊരാതെ. അത് തന്നെ ക്രോസ് ചെയ്യണോടാ. അവൻ തിരിയണ സമയത്ത് ക്രോസ് ആക്കണേ. തിരിയാൻ പോണവൻ തിരിയാൻ പറ്റാത്ത രീതിയിലാക്കി. തിരിയാൻ പറ്റില്ല, അതല്ല വിഷയം. തിരിയാൻ പറ്റില്ല എന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിയാൻ പറ്റില്ല. ലോക്ക് എന്നിട്ടോ ലോക്ക് കൊണ്ട കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ അറിയാവുന്നടുത്ത് കൊണ്ട കൊടുത്താൽ ക്രോസ് ചെയ്താലും രക്ഷയില്ല. പക്ഷെ മറ്റേ കൈ കൊണ്ട് അടിക്കാമെന്ന് വിചാരിച്ചാൽ അടിക്കാനും പറ്റില്ല. ലോക്ക് വന്നു കഴിഞ്ഞാൽ മർമ്മത്തെ വലിച്ച് പിടിക്കണം. അതെങ്ങനെയാന്നാ അവൻ്റെ പിടിച്ച് നോക്ക്, അങ്ങ് കാണിച്ചു തരും.